അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരെയും എജുഫേസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ക്ലാസ് സീരീസ് നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ. ക്ലാസ് എന്താണ്? അലിഫ് അറബിക് ടാലന്റ് എക്സാം. LP UP വിഭാഗങ്ങൾക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. LP വിഭാഗത്തിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UP വിഭാഗത്തിൻ്റെ അറബിക് ടാലന്റ് ടെസ്റ്റിൻ്റെ 2022-23 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ മക്കളൊക്കെ എന്ത് ചെയ്യുക? വീഡിയോ അവസാനിക്കുന്നത് വരെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്തൊക്കെയാണ് ഈ എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ, എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. നമുക്ക് അധികം സമയമില്ല. ജൂലൈ 8-നാണ് സ്കൂൾ തലത്തിലുള്ള എക്സാം. പിന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഈ പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളെ ഈ പരീക്ഷയ്ക്ക് സ്കൂൾ തലത്തിൽ പങ്കെടുപ്പിക്കണം എന്നുള്ള വിവരം നിങ്ങളുടെ അറബിക് ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സിനോടൊക്കെ പറയാം. നന്നായിട്ട് പഠിക്കുക, പങ്കെടുക്കുക. പിന്നെ സ്കൂൾ തലം കഴിഞ്ഞാൽ ഉപജില്ല, ജില്ല, സ്റ്റേറ്റ്, ഇങ്ങനെ പല തലങ്ങളിലായിട്ട് ഈ മത്സരം വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ മികച്ച വിജയങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആദ്യത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ജാമിഅത്തുൽ മലയാലമിയ തഖഉ ഫി മുഖാത്തഅത്തി മലാബുറം ഐന ഹിയ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ എക്സാമിൻ്റെ പ്രത്യേകത ഇതാണ്. എല്ലാം അറബി ഭാഷയിലുള്ള ചോദ്യമായിരിക്കും. കൂടുതലും നിങ്ങളെ അറബി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളും കുറച്ച് GK ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താ മക്കൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ജാമിയ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജാമിഅത്തു മലയാലമിയ എന്ന് പറഞ്ഞാൽ എന്താ? മലയാള സർവകലാശാല, മലയാള യൂണിവേഴ്സിറ്റിയാണ്. തഖഉ ഫി മുഖാത്തഅത്തി മലാബുറം, എല്ലാവർക്കും അറിയാലോ, മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ ഐനഹിയ, ഏത് സ്ഥലത്താണ്, ഇത് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം മലപ്പുറം ജില്ലയിലെ ഏത് സ്ഥലത്താണ് മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? മലയാളം യൂണിവേഴ്സിറ്റി മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഏത് പ്ലേസിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം മക്കളെ, അതിന് ഉത്തരം എന്താണ്? തിരൂറാണ് ശരി ഉത്തരം. ഓപ്ഷൻ എ തിരൂർ ശരി ഉത്തരമാണ്. നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ്റെ നാടായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള തിരൂരിലാണ് മലയാള സർവകലാശാല ജാമിഅത്തു മലയാലമിയ സ്ഥിതി ചെയ്യുന്നത് എന്ന് പഠിച്ചു നോക്കുക. മലയാള സർവകലാശാല ജാമിഅത്തു മലയാലമിയ എവിടെയാണ്? ഫി മുഖാത്തഅത്തി മലാബുറം, മലപ്പുറം ജില്ലയിലാണ്. കൃത്യമായ സ്ഥലം എവിടെയാണ്? തിരൂർ. രണ്ടാമത്തെ ചോദ്യം, യജ്ലിസുൽ ഖുറാബു അല ഷജറത്തി. എല്ലാവർക്കും അറിയാലോ, യജ്ലിസു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു എന്നാണ്. അൽ ഖുറാബു എന്ന് പറഞ്ഞാൽ ഖ്രാവ് അല്ലെങ്കിൽ കാക്കയാണ്. അല ഷജറത്തി എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ. ദ ക്രാവ് സിറ്റ്സ് ഓൺ ദ ട്രീ എന്ന് നമുക്ക് പറയാം. മാ ഹുവൽ ഹർഫു ഫി ഹാദിഹിൽ ജുംല. ഈ ജുംലയിൽ, ഈ സെൻറ്റൻസിൽ ഹർഫ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അറബി ഗ്രാമറിൽ നിങ്ങൾ ഇസ്മ്, ഫിയാല്, ഹർഫ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇസ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൗണാണ്. ഫിയൽ എന്ന് പറഞ്ഞാൽ വേർബാണ്. അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ് ആണ് ഇസ്മ് അല്ല ഹർഫ് എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് യജ്ലിസുൽ ഖുറാബു അല ഷജറത്തി എന്ന ഈ സെൻറ്റൻസിൽ ഹർഫ് എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഷജറത്ത്, ഓപ്ഷൻ ബി ഖുറാബ്, ഓപ്ഷൻ സി അല, ഓപ്ഷൻ ഡി യജ്ലിസു. അപ്പോൾ മക്കളെ, ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി അലയാണ് കറക്റ്റ് ആൻസർ. കാരണം എന്താ? അഷജറത്തു എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഓപ്ഷൻ അത് നൗണാണ്, പിന്നെ അത് അഥവാ ഇസ്മാണ്. ബി ഏതാണ്? ഖുറാബ്, അതും ഒരു ഇസ്മാണ്. പിന്നെ യജ്ലിസു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫീലാണ്. അപ്പോൾ ഇവിടെ ഹർഫ് ഏതാണ്? അലയാണ്. അതാണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, മത്താ നുസല്ലി സ്വലാത്തുൽ ഇസ്തിസ്ഖാ. മത്താ നുസല്ലി സ്വലാത്തൽ ഇസ്തിസ്ഖാ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇസ്തിസ്ഖാ നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരം എപ്പോഴാണ് നമ്മൾ നിസ്കരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇസ്തിസ്ഖാ എന്ന് പറയുന്ന നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇസ്തിസ്ഖാ നിസ്കാരമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ ഫി ഖില്ലത്തിൽ മത്തർ. മത്തർ അറിയാലോ, മഴ. ഖലീൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞത്, അല്ലേ? അപ്പോൾ ഫി ഖില്ലത്തിൽ മത്തർ എന്ന് പറഞ്ഞാൽ മഴ കുറഞ്ഞ സമയം. ഫി ഈദുൽ ഫിത്തർ, അല്ലേ, ചെറിയ പെരുന്നാളിൻ്റെ സമയം. ഫി യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. ഫി മഗരിബി ശംസി, സൂര്യൻ അസ്തമിക്കുന്ന സമയം. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഇസ്തിസ്ഖാ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? മഴയെ തേടാൻ വേണ്ടിയുള്ള നിസ്കാരമാണ് ഇസ്തിസ്ഖാ നിസ്കാരം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഉത്തരം ഏതാണ്? ഫി ഖില്ലത്തിൽ മത്തർ. മത്തർ അഥവാ മഴ ഇല്ലാത്ത സമയത്താണ്. അറ്റ് ദ ഷോർട്ടേജ് ഓഫ് റെയിൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി നാലാമത്തെ ചോദ്യം,
ഉക്തുബിൽ ജംഅ ലിഹാദിഹിൽ കലിമ. ഈ വേർഡിൻ്റെ ഈ പദത്തിൻ്റെ അല്ലെങ്കിൽ പ്ലൂരൽ എന്താണെന്ന് എഴുതുക. ഏതാണ് ആ വേർഡ്? റിജിലുൻ എന്നുള്ളതാണ് വേർഡ്. അപ്പോൾ റിജിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, കാല് അല്ലേ, ഫുട്ട്. അപ്പോൾ കാല് എന്നാണ് റിജിൽ എന്ന് പറഞ്ഞാൽ. ആ റിജിലുൻ എന്നതിൻ്റെ പ്ലൂരൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ റജുലാനി, ഓപ്ഷൻ ബി അർജുലുൻ, ഓപ്ഷൻ സി റജുലുൻ, ഓപ്ഷൻ ഡി റിജാലുൻ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി അർജുലുൻ എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ റിജില് എന്നതിൻ്റെ പ്ലൂരൽ അർജുൽ എന്നാണ്. അഞ്ചാമത്തെ ചോദ്യം ഉക്തിബി സ്വഹീഹ, ശരിയായത് എഴുതുക. അപ്പോൾ ഇവിടെ ദുൽഖഅദ എന്ന് പറയുന്ന ഒരു മാസം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ ദുൽഖഅദ എന്ന അറബി ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള ഈ മാസത്തിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അവിടെ മക്കളെ ഉത്തരം ഏതാണ്? ദുൽഖഅദത്തി എന്നുള്ള ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ദുൽഖഅദത്തി എന്നാണ്. ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സ്വാറത്തിൽ ഉമ്മു എന്നാണ് ചോദിക്കുന്നത്. സ്വാറത്തിൽ ഉമ്മു, ഉമ്മ ആയിരിക്കുന്നു. ഉമ്മ എന്തായി എന്നാണ് ചോദിക്കുന്നത്. മരീലത്തുൻ എന്നുണ്ട് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി മരീലൻ എന്നുണ്ട്, ഓപ്ഷൻ സി മരീലത്തൻ എന്നുണ്ട്, ഓപ്ഷൻ ഡി മരീലത്തിൻ എന്നുണ്ട്. അപ്പോൾ സ്വാറത്തിൽ ഉമ്മു കാന സ്വാറ അസ്ബഹ ഹംസ അൽഹ ബാത്ത എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, സ്വാറത്തിൽ ഉമ്മു എന്നാണ് അല്ലേ. അപ്പൊ കാന സ്വാറ അസ്ബഹ ഹംസ അൽഹ ബാത്ത എന്ന് പറയുന്ന കുറച്ച് ഫീലുകൾ ഉണ്ട്. ഈ കുറച്ച് ഫീലുകൾ, കുറച്ച് വേർബ്സ്, ഈ കുറച്ച് വേർബ്സിന്റെ തൊട്ട് ശേഷം വരുന്ന ഇസ്മ് അല്ലെങ്കിൽ നൗൺ ഉണ്ടല്ലോ, അതിന് നമ്മൾ റഫ് എന്ന് പറയും. അഥവാ ഇങ്ങനെ ലമ്മാണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? സാറ എന്നതിൻ്റെ ശേഷം വരുന്ന ഇസ്മിന് എന്ത് കൊടുക്കണം? ലമ്മ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഇവിടെ ആ സ്വാറയ്ക്ക് ശേഷം ലമ്മ് കൊടുക്കുന്നു, അഥവാ റഫ് എന്നാണ് നമ്മൾ ഗ്രാമാറ്റിക്കലി പറയുക. ആ റഫ് കൊടുത്ത അല്ലെങ്കിൽ ലമ്മ് കൊടുത്തതിൻ്റെ തൊട്ട് ശേഷം വരുന്ന പദമുണ്ടല്ലോ, അതിന് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? അതിന് നമ്മൾ ഫത്ഹ് അല്ലെങ്കിൽ നസ്ബാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, മരീലത്തുൻ ഓപ്ഷൻ എ, അവിടെ നസ്ബ് അല്ലെങ്കിൽ ഫത്ഹ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. രണ്ടാമത്തതിന് ഫത്ഹ് അല്ലെങ്കിൽ നസ്ബ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ മരീലൻ എന്നാണുള്ളത്. മരീലൻ എന്നുള്ളത് ഉമ്മിന് ശരിയാവില്ല. കാരണം ഉമ്മ് എന്ന് പറഞ്ഞാൽ മുഅന്നസ് ആണ്, സ്ത്രീലിംഗമാണ്. മരീലൻ എന്നത് പുല്ലിംഗമാണ്, മുദക്കറാണ്. കാരണം എന്താണ്? ഇവിടെ മരീലത്തൻ എന്ന് മുഅന്നസിനെ അല്ലെങ്കിൽ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന താ വന്നിട്ടില്ല. പിന്നെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? മരീലത്തൻ എന്നുള്ളതാണ്. ഇവിടെ മരീലത്തൻ എന്ന് പറഞ്ഞിട്ട് ഫത്ഹ് അല്ലെങ്കിൽ നസ്ബ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ഹാത്താവും വന്നിട്ടുണ്ട്. മരീലത്തിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാത്ത ഉണ്ട്, പക്ഷേ ഇവിടെ എന്താണ്? ജറ് അല്ലെങ്കിൽ കസ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ സി മരീലത്തൻ എന്നുള്ളതാണ്. നമ്മൾ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഇഖ്തർ ഗൈറുൽ മുത്തജാനിസിൻ, കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിക്കാനാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. നൂനുണ്ട്, യാ ഉണ്ട്, താ ഉണ്ട്, ഫ ഉണ്ട്. അതിൻ്റെ കറക്റ്റ് ഉത്തരം ഫ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണിത് ഫ കറക്റ്റ് ആൻസർ ആവുന്നതെന്ന്. ഇത് ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ മുലാരി ആയ ഫീല് പഠിച്ചിട്ടുണ്ടാകും അറബി ഗ്രാമറുമായി ബന്ധപ്പെട്ട്. അതിൽ മുലാരി ആയ ഫീലുകൾ ആരംഭിക്കുന്നത് 4 അക്ഷരങ്ങൾ കൊണ്ടാണ്. അത് അത്തൈന എന്ന് പറയുന്ന ആ പദത്തിലുള്ള ഹംസ, താ, യാ, നൂനാണ്. ആ ഹംസ, താ, യാ, നൂനിൽപ്പെട്ട 3 അക്ഷരങ്ങൾ, നൂൻ ഇവിടെ വന്നിട്ടുണ്ട്, യാ വന്നിട്ടുണ്ട്, താ വന്നിട്ടുണ്ട്. ഇത് 3ഉം മുലാരി ആയ ഫീലുകൾക്ക് തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഇത് കൂടാതെ ഒരു ഹംസ കൂടിയാണ് വരുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, ഫ ആണ്. ഈ ഫ എന്ത് ചെയ്യുന്നില്ല? മുലാരിയായ ഫീലുകളുടെ തുടക്കത്തിൽ വരാത്ത അക്ഷരമാണ്. അതുകൊണ്ട് ഫ ആണ് അവിടെ കൂട്ടത്തിൽ പെടാത്തത്. എട്ടാമത്തെ ചോദ്യം, നെഖ്താറുൽ തഖ്മ അൽ മുനാസിബ, ഇവിടെ യോജിച്ച സെറ്റാണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കുന്നത്. ഹിസാമ് ഇഷാറത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹിസാമ് ബെൽറ്റാണ്, ഇഷാറത്ത് സൂചിപ്പിക്കലാണ്, ചൂണ്ടലാണ്, പോയിന്റിംഗ് ആണ്. ബൂക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറണാണ്, ആംബുലൻസ് ആണ്. ഹൽവയാത്ത് സ്വീറ്റ്സ് ആണ്. അക്മിഷ എന്ന് പറഞ്ഞാൽ ഡ്രസ്സുകളാണ്. മഹൽ എന്ന് പറഞ്ഞാൽ പ്ലേസ് ആണ്. ഷാരി റോഡാണ്. അപ്പോൾ അവിടെ ബെൽറ്റും പിന്നെ അതുപോലെ തന്നെ പോയിന്റിങ്ങും അത് കറക്റ്റ് മാച്ച് ആവുന്നില്ല. ആംബുലൻസും സൈറണും ബൂക്കും ഇസ്ആഫും കറക്റ്റാണ്. അതുകൊണ്ട് ഇവിടെ ഇതാണ് കറക്റ്റ് ഉത്തരമായിട്ട് വരിക. ഹൽവയാത്ത്, അക്മിഷ സ്വീറ്റ്സും ഡ്രസ്സും മാച്ച് ആവുന്നില്ല. പ്ലേസും റോഡും അത്രക്ക് മാച്ച് ആവുന്നില്ല. ഏറ്റവും കൂടുതൽ മാച്ച് ആവുക ബൂക്ക്, ഇസ്ആഫ്, സൈറൺ, ആംബുലൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ഇനി 9ാമത്തെ ചോദ്യം ഇതാണ്. ഐന തഖഉ
ബവാബത്തുൽ ഹിന്ദ്, ഇന്ത്യ ഗേറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം ഡൽഹി അല്ലെങ്കിൽ ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡൽഹി നമ്മൾ അറബിയിൽ എഴുതുമ്പോൾ ഡൽഹി, ദഹ്ലി എന്നൊക്കെ സൂചിപ്പിക്കുന്നു. ഇനി 10ാമത്തെ ചോദ്യം മാഹുവൽ ഫിഅലുൽ അംരി, അമ്ര ഫീൽ എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നതിൽ ഏതാണ്? ജലസത്ത് അമറാണോ? അല്ല, അത് മാലിയായ ഫീലാണ്. കത്തബ എന്ന് പറഞ്ഞാലും മാലിയായ ഫീലാണ്. ഇഫ്തഹി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് അമ്ര ഫീലാണ് അല്ലേ? അമ്ര ഫീലാണ് ഇഫ്തഹി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതാണ് അവിടെ കറക്റ്റ് ആൻസർ. യഖറ എന്ന് പറഞ്ഞാൽ മുലാരിയായ ഫീലാണ്, അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഇഫ്തഹി എന്ന് പറയുന്നതാണ്. ഇനി 11ാമത്തെ ചോദ്യം ഇതാണ്, മാഹുവൽ മർക്കബു, താഴെ പറയുന്നതിൽ ഏതാണ് മർക്കബ് അല്ലെങ്കിൽ വാഹനം? എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? ജവ്വാലുണ്ട്, ജവ്വാലത്തുണ്ട്, ഹവാലുണ്ട്, ജീറാനുണ്ട്. അപ്പോൾ ജവ്വാൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണാണ്, ജവ്വാല സൈക്കിളാണ്, ഹവാല എന്ന് പറഞ്ഞാൽ പണം ഇടപാടാണ്, മണി ട്രാൻസ്ഫർ ആണ്, ജീറാൻ അയൽവാസികൾ അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അവിടെ ഏതാണ് വരുന്നത്? ജവ്വാലയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, ഹുജറത്തുൻ മുത്തറാദിഫുഹു, ഹുജറത്ത് അല്ലെങ്കിൽ റൂം എന്നതിൻ്റെ മുത്തറാദിഫായിട്ടുള്ള പര്യായപദമായിട്ടുള്ള സിനോണിം ആയിട്ടുള്ള വേർഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഹുജറാത്തുണ്ട്, ഗുർഫത്തുണ്ട്, ബൈത്തുണ്ട്, ഹജറുണ്ട്. അപ്പോൾ ഹുജറത്തിൻ്റെ പ്ലൂരലാണ് ഹുജറാത്ത് എന്ന് പറയുന്നത്. ഹുജറാത്ത് പ്ലൂരലാണ്. ഗുർഫത്താണ് കറക്റ്റ് ആൻസർ. ഗുർഫത്ത് എന്ന് പറഞ്ഞാലും ഏത് തന്നെയാണ്? റൂം തന്നെയാണ്. ബൈത്ത് വീടാണ്. ഹജർ എന്ന് പറഞ്ഞാൽ കല്ലാണ്. 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. അവലു റഈസത്തിൽ ഹിന്ദ്, റഈസത്ത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയാണ്, പ്രസിഡന്റാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റഈസത്ത്, അവിടെ റഈസത്ത് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നു, ഫെമിനിൻ ജെൻഡറിനെ സൂചിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും വുമൺ പ്രസിഡന്റിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അതാരാണ്? പ്രതിഭ പാട്ടീലാണ്, പ്രതിഭ ബാത്തിലാണ്. അവലു റഈസത്തിൽ ഹിന്ദ്. ഇനി സഅലൽ മുദരിസു ഡാഷ് ഫിയദിക, മുദരിസ് ചോദിക്കുകയാണ്, അധ്യാപകൻ ചോദിക്കുകയാണ് ഡാഷ് ഫിയദിക, ഡാഷ് ഫിയദിക, ഫിയദിക എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ. അവിടെ ഒരു ഡാഷ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകൻ എന്താ ചോദിക്കുക? നിന്റെ കയ്യിൽ എന്താണെന്നല്ലേ ചോദിക്കുക. അപ്പോൾ എന്താണ് എന്നതിൻ്റെ വേർഡാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. മാതുണ്ട്, അയിനുണ്ട്, മത്തുണ്ട്, ലീമ ഉണ്ട്. മാത എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്, വാട്ട് എന്നാണ്. അയിന എന്ന് പറഞ്ഞാൽ വേർ എന്നാണ്. മത്ത എന്ന് പറഞ്ഞാൽ വെൻ എന്നാണ്. ലീമ എന്ന് പറഞ്ഞാൽ വൈ എന്നാണ്. അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ എന്താണ്? മാതാ ഫിയദിക്ക, നിന്റെ കയ്യിൽ എന്താണ് എന്നതാണ്. ഇനി നഖ്താറുൽ ലഖബൽ ഖാതിയ മിനൽ ആതിയ, താഴെ കുറച്ച് വിളിപ്പേരുകൾ നിക് നെയിംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ യോജിക്കാത്തത് നോക്കാം. ഒന്ന്, ജവഹർലാൽ നെഹ്റു ശാഷാജി, ജവഹർലാൽ നെഹ്റുവിനെ ചാച്ചാജി എന്ന് വിളിക്കുന്നു. മഹാത്മാഗാന്ധി അബുൽ വത്തൻ, മഹാത്മാഗാന്ധിയെ ഫാദർ ഓഫ് ദി നാഷൻ എന്ന് വിളിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ അസാനി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ സാനി എന്ന് വിളിക്കുന്നു എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ഉമർ സാനി ആരാണ്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അബൂബക്കർ സിദ്ദീഖ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിളിപ്പേരാണ് സിദ്ദീഖ് എന്നത്. അപ്പോൾ അവിടെ തെറ്റായ ഉത്തരം സി ആണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ സാനി എന്നത് തെറ്റായ ജോഡിയാണ്. 16ാമത്തെ ചോദ്യം, യഖിഫുൽ മറാകിബു ഹീന യറല്ലാഹു, യഖിബുൽ മറാക്കിബ്, വാഹനങ്ങൾ നിൽക്കുന്നു. ഹീന യറല്ലാഹു അൽ ഡാഷ്, ഒരു ഡാഷ് വെളിച്ചം കാണുമ്പോൾ, ഡാഷ് പ്രകാശം കാണുമ്പോൾ. അപ്പോൾ മറാക്കിബ് എന്ന് പറഞ്ഞാൽ വാഹനങ്ങളാണ്. ഹീന യറ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ, അല്ലാഹു ഡാഷ്. അപ്പോൾ ഡാഷ് വെളിച്ചം കാണുമ്പോൾ വാഹനങ്ങൾ നിൽക്കുന്നു. നമ്മൾ ട്രാഫിക് ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് ലൈറ്റ് കാണുമ്പോഴാണ് വാഹനം നിൽക്കേണ്ടത്? റെഡ് ലൈറ്റ് ആണ് അല്ലേ? അപ്പോൾ റെഡിന് നമ്മൾ അറബിയിൽ എന്താ പറയുക? അൽ അഹ്മർ എന്നാണ് അറബിക്കിൽ റെഡിന് പറയാം. ഓക്കെ, അപ്പോൾ അഹ്ലർ എന്താണ്? ഗ്രീനാണ്. അസ്വർ യെല്ലോ ആണ്. അസ്വദ് ബ്ലാക്ക് ആണ്. അപ്പോൾ അവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? അഹ്മർ എന്നുള്ളതാണ്. ഇനി അരീബ് നമുക്ക് അറബി ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യണം. കലണ്ടർ എന്നതിന് അറബിയിലേക്ക് എഴുതണം. അപ്പോൾ കലണ്ടറിൻ്റെ ശരിയായ അറബി വേർഡ് ഏതാണ്? അത്തഖ്വീം എന്നുള്ളതാണ് കലണ്ടറിൻ്റെ ശരിയായ വേർഡ്. താരീഖ് ഡേറ്റ് ആണ്. അൽ ഖരീത്ത ചാർട്ടാണ്. അൽ ഖിർത്താസ് പേപ്പറാണ്. ഇനി 18ാം ചോദ്യം, മൻ ഹുവ സഅയിമുൽ ലദി യലഉൽ വർദത്ത് അലാ ഖമീസിഹി, അല്ലേ? അപ്പം വർദ്ധത്ത് അല്ലെങ്കിൽ റോസാപ്പൂവ് തൻ്റെ കമീസ് അല്ലെങ്കിൽ തൻ്റെ എന്താ പറയുക കുർത്ത ഉണ്ടല്ലോ അതിൽ വെക്കുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പൂവിനെ കമീസിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ ചോദിച്ചാൽ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ മഹാനായ വ്യക്തിത്വമാണ് ആര്? നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു. 19, മൈ യുറഫ് ബി റജുലി സാറൂഖുൽ ഹിന്ദ്, അല്ലെ? സാറൂഖുൽ ഹിന്ദ് അല്ലെങ്കിൽ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആരാന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ഡി, APJ അബ്ദുൽ കലാമാണ്. സാറൂഖുൽ ഹിന്ദ്
ഇന്ത്യയുടെ റജുൽ സാറുഖുൽ ഹിന്ദ് അല്ലെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി 20ാമത്തെ ചോദ്യം, അയ്യു യൗമിൻ നഹ്തഫിലു ബിയൗമി ഹിരോഷിമ. ഹിരോഷിമ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? അത് ഓഗസ്റ്റ് 6 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ബോംബ് അമേരിക്ക കൊണ്ടുപോയി ഇട്ടിട്ടുള്ളത്. അപ്പോൾ യൗമുൻ നഹ്തഫിലു ബിയൗമി ഹിരോഷിമ, ഹിരോഷിമ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 6 ഓഗസ്റ്റ് 6. ഇനി മനിൽ മുഅല്ലിഫു ഗാസിലുൽ ബുർദ്. ഗാസിലുൽ ബുർദ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? മുഅല്ലിഫ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥകർത്താവ്. അതാരാണ് എഴുതിയത്? ത്വഹാ ഹുസൈൻ ഉണ്ട്, ഹാഫിദ് ഇബ്രാഹിം ഉണ്ട്, അഹമ്മദ് ഷൗക്കി ഉണ്ട്, നജീബ് മഹ്ഫൂദ് ഉണ്ട്. അതിൽ അഹമ്മദ് ഷൗക്കി എന്ന് പറയുന്ന ഉത്തരമാണ് കറക്റ്റ്. പുസ്തകത്തിന്റെ പേര് ഗാസിലുൽ ബുർദ്. ഗാസിലുൽ ബുർദ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ഓപ്ഷൻ സി അഹമ്മദ് ഷൗക്കിയാണ്. 22ാമത്തെ ചോദ്യം, ഐന മാത ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി എവിടെയാണ് വഫാത്തായത്, മരിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം ദിമഷ്ക് ആണ്, അല്ലെങ്കിൽ ഡമസ്കസ് ആണ് അതിന്റെ കറക്റ്റ് ഉത്തരം. അപ്പോൾ പഠിച്ചു നോക്കുക, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായത് ദിമഷ്കിലാണ് അല്ലെങ്കിൽ ഡമസ്കസിലാണ്. യാ ഫാത്തിമ ഡേഷ് അലൽ മഖ്അദി. യാ ഫാത്തിമ, ഓ ഫാത്തിമ എന്ന് വിളിച്ച് പറയുകയാണ്. ഡേഷ് അലൽ മഖ്അദി, ഇരിപ്പിടത്തിൽ അല്ലെങ്കിൽ ബെഞ്ചിൽ നീ ഡേഷ് ചെയ്യുക. അപ്പോൾ ബെഞ്ചിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ഇജ്ലിസ് എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇത് മുദക്കറിനോടാണ് നമ്മൾ ഇജ്ലിസ് എന്ന് പറയുക അല്ലേ? പുരുഷന്മാരോടാണ്, പുല്ലിംഗത്തിനോടാണ് നമ്മൾ ഇജ്ലിസ് എന്ന് പറയുക. അതുകൊണ്ട് അത് ശരിയാവില്ല. പിന്നെ ഒരു സ്ത്രീയോട് നമ്മൾ എന്താണ് ഇരിക്കുക എന്നതിന് പറയേണ്ടത്? ഇജ്ലിസി എന്നാണ് പറയേണ്ടത്. നിങ്ങൾ സർഫാക്കി പഠിച്ചിട്ടുണ്ടാവില്ലേ? ഇജ്ലിസ്, ഇജ്ലിസ, ഇജ്ലിസു, ഇജ്ലിസി, ഇജ്ലിസ, ഇജ്ലിസിന എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇജ്ലിസി എന്നാണ് ഒരു സ്ത്രീയോട് നമ്മൾ ഇരിക്കാൻ പറയേണ്ടത്. യജ്ലിസു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു എന്നാണ്. തെജ്ലിസു എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ ഇരിക്കുന്നു എന്നാണ്. ഇനി 24 എന്താണ്? അത്തഅന്നി മിനല്ലാഹി വൽ അജ്ലതു മിന ഡാഷ്. അപ്പം തഅന്നി എന്ന് പറഞ്ഞാൽ കൂടിയാലോചന. കൂടിയാലോചന എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വൽ അജ്ലതു മിന ഡാഷ്, എന്നാൽ തിരക്ക് കൂട്ടുക എന്ന് പറയുന്നത് ഡാഷിൽ നിന്നുണ്ടാകുന്നതാണ്. അതിൻ്റെ ഉത്തരം എന്താണ്? ഷെയ്ത്താൻ എന്നുള്ളതാണ്. തിരക്ക് കൂട്ടലൊക്കെ ഷെയ്ത്താനിൽ നിന്നുണ്ടാകുന്നതാണ്. 25ാമത്തെ ചോദ്യം, ലൗനു ഡാഷ് അബിയലുൻ. ഡാഷിന്റെ നിറം വെളുപ്പാണ്. ഏതിന്റെ നിറമാണ് വെളുപ്പ്? അർനബു എന്നുണ്ട്, അർനബി എന്നുണ്ട്, അർനബ എന്നുണ്ട്, അർനബൻ എന്നുണ്ട്. അപ്പം അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ലൗനുൽ അർനബി എന്നാണ്. കാരണം ലൗനു എന്ന് പറഞ്ഞാൽ ഗ്രമാറ്റിക്കലി നമ്മൾ അതിന് മുലാഫ് എന്ന് പറയും. അർനബ് എന്നതിന് മുലാഫുൻ ഇലൈഹി എന്ന് പറയും. മുലാഫുൻ ഇലൈഹി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പം മുലാഫുൻ ഇലൈഹിക്ക് ജറ് അല്ലെങ്കിൽ കസ്റാണ് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ ലൗനുൽ അർനബി എന്നതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക, കമൻ്റ് ആയിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ 8086453303 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ട് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.